ഹലോ ഗൈസ്, വെൽക്കം ടു വിക്രോസ് ടെക്. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഊരിയ ഇന്റേണൽ ഹാർഡ് ഡിസ്കിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കായി ഉപയോഗിക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഒറീക്കോയുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ കവർ. നമ്മൾ ലാപ്ടോപ്പിൽ നിന്ന് ഊരിയ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കിനെ ഈ കവറിനകത്തിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ പാക്കിംഗ് ഒക്കെ വളരെ നല്ല ഭംഗിയോട് കൂടിയതാണ്. അതിൽ ഒറീക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇത് ഒറീക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ചൈനീസ് ബ്രാൻഡാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ തന്നെ ഗ്ലോബൽ ഇൻഷുറൻസ് PICC സർട്ടിഫിക്കേഷനൊക്കെ ഉള്ളതാണ്. അപ്പം ക്വാളിറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇതിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഹാർഡ് ഡിസ്ക് 2.5 ഇഞ്ചിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. അതായത് സാധാരണ നമ്മൾ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് നമുക്കിടാം. 3.0 USB കണക്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ 5 GB/s വരെ നമുക്ക് സ്പീഡ് ഇതിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഹാർഡ് ഡിസ്കിനെ ബേസ് ചെയ്തിരിക്കും. ഇതിൽ ടൂൾസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് 2.5 ഇഞ്ച് ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്. ഒറീക്കോ എന്ന് ബ്രാൻഡ് ആണെങ്കിലും ഹാർഡ് ഡ്രൈവ് എൻക്ലോഷർ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അതിൻ്റെ മോഡൽ നമ്പരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് SATA 3.0 ആണ് ഇതിൽ ഇൻപുട്ടായിട്ട് വരുന്നത്. ഔട്ട്പുട്ട് നമുക്ക് USB 3.0 നമ്മുടെ നോർമൽ USB തന്നെയാണ്. 5 GB/s ആണ്. നമുക്ക് എല്ലാ സിസ്റ്റത്തിലും വിൻഡോസ്, മാക് എല്ലാത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യും. വില വന്നിട്ട് നമുക്ക് MRP കാണിക്കുന്നത് 1050 ആണ്. 1050 ആണെങ്കിലും ഞാൻ 550 രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് ഇത് മേടിച്ചത്. കളർ ബ്ലാക്ക് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ചൈനീസ് പ്രോഡക്റ്റ് ആണ്. സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ഒറീക്കോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചതുപോലത്തെ എല്ലാ ഓപ്ഷൻസും ഈ കവറിൻ്റെ സൈഡിലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാനുവലാണ്. അവരുടെ ഒരു താങ്ക്സ് നോട്ടാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ അവരുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് പേജസിൻ്റെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹാൻഡ് ബുക്കും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡഡ് ആണ്. എല്ലാ ലാംഗ്വേജസിലും ഉണ്ട് അതിൻ്റെ ഹാൻഡ് ബുക്കിൽ. പിന്നെ നമുക്ക് വരുന്നത് കേസിംഗ് ആണ്. ഓക്കെ, കേസിംഗ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല റഫ് കേസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തൊരു ഗ്രൂവ്സ് ഉണ്ട്. അതുകൊണ്ട് സ്ലിപ്പായി പോകും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. നല്ല റഫായിട്ടുള്ള ഒരു ബോക്സ് തന്നെയാണത്. അത് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് 2 സ്പോഞ്ച് ഉണ്ടാവും. ഈ സ്പോഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് ഡിസ്ക് ടൈറ്റായിട്ട് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോഞ്ച് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്ന ആ നോബാണ്. ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് USB പോലെ ആയി വരുന്നത്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ പിന്ന്. ഈ സൈഡിലാണ് വരുന്നത്. കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നോക്കാം. അതാണ് ഔട്ട്പുട്ടിൻ്റെ പിന്നായിട്ട് വരുന്നത്. 3.0 USB ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. ഒറീക്കോ എന്ന് പറയുന്ന ബ്രാൻഡിങ് നമുക്ക് അതിൻ്റെ കേസിൻ്റെ പുറത്ത് കാണാൻ പറ്റും. നമുക്കിനി വയേഴ്സ് ഒന്ന് നോക്കാം.
ഓക്കെ, ഇതിൽ വരുന്ന വയേഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ USB 3.0 ആണ്. ഇത് നമ്മൾ സാറ്റയിൽ ആ ഹാർഡ് ഡിസ്കിൻ്റെ കവറിൽ കണക്ട് ചെയ്യുന്ന വയറാണ്. ഈ എഡ്ജ് ആ കവറിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇപ്പുറത്തെ USB ഇത് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് തന്നെ ഇതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല നീളം വരുന്ന ഒരു വയറാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. നമ്മൾ നോർമൽ ഹാർഡ് ഡിസ്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന വയറിൻ്റെ അതേ നീളം തന്നെയാണ് ഇതിനും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി. എൻ്റെ പഴയ ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുണ്ട്, നമ്മൾ എക്സ്റ്റേണൽ കേസ് വെച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വയറും. ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ കേസ് എടുക്കുക, ബാക്കിലത്തെ കവർ അങ്ങ് ഊരുക. എന്നിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് എടുക്കുക. ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് എടുത്ത് ശ്രദ്ധിച്ച് നോക്കുക, അതിൻ്റെ പിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അതിനോട്ട് കണക്ട് ചെയ്താൽ കൊടുത്താൽ മതി. വച്ചിട്ടൊന്ന് ഫ്രണ്ടിലോട്ടൊന്ന് ഉന്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി ടൈറ്റ് ആയിട്ടിരുന്നോളൂ. ഇത്രയേ ഉള്ളൂ. പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് കണക്ട് ചെയ്യുക, യൂസ് ചെയ്യുക. അതിൽ നമ്മൾ സ്പോഞ്ച് വെച്ച് ടൈറ്റ് ചെയ്യണം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഹാർഡ് ഡിസ്കിൻ്റെ കവറിനകത്ത് കിടന്ന് ഈ ഹാർഡ് ഡിസ്ക് കുടുങ്ങാനും അതുപോലെ തന്നെ ഇത് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത്. സ്പോഞ്ച് നമുക്ക് അതിൻ്റെ കൂടെ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. കയറിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ടിരുന്നോളും. ഒന്നും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കയറ്റുക, പ്രസ് ചെയ്ത് അകത്തോട്ട് കയറ്റുക. അപ്പോഴത്തേക്കും കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ വയർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വയർ നമ്മുടെ മറ്റേ USB പോയിൻ്റ് എടുക്കുക. ചൈനീസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് എല്ലാം തലകുത്തനെയാണ് കണക്ട് ചെയ്യുന്നത്. സോ തലകുത്തനെ അങ്ങ് കണക്ട് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടെക്നോളജിയുടെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്, വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക്. താങ്ക് യു.